കുറേ ദിവസമായി ചാനലിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് കൃഷിയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നെല്ലുണക്കുന്നതാണ്. നെല്ലുണക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഉണക്കുകയല്ല, അതിൻ്റെ പതരെല്ലാം കഴുകിക്കളഞ്ഞ് പതര ഊറ്റി മാറ്റിയിട്ട് അതിനെ വൃത്തിയാക്കി ഉണക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ പാറ്റിയാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാറ്റാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ആളിനെ കിട്ടാനുമില്ല. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് കഴുകിയിടാമെന്ന്. കഴുകിയിട്ടാലും പതിര് വേറെ നെല്ല് വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കിടക്കുന്നത് കഴുകാത്ത നെല്ല് തന്നെയാണ്. കുറച്ച് വെയിലുള്ളത് കൊണ്ട്, ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഉള്ള വെയിലിൽ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊരു സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കുറേശ്ശെയായിട്ട് ഞാൻ കഴുകി വാരി ഇട്ടിരിക്കുകയാണ്. ഇത് പതിരാണ്. പതിര് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന് കിടക്കും. ഇതിൻ്റെ അടിയിലാണ് നെല്ല് കിടക്കുന്നത്. ഇതിൻ്റെ അഴുക്കും എല്ലാം കൂടിയാണ് കറുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നെല്ല് മാത്രമായിട്ട് വരും. അതെന്തെങ്കിലും ഒരു സാധനത്തിലോട്ട് ഊറ്റി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകുമ്പോഴേക്കും എടുത്ത് പായിലോ ടാർപ്പയിലോ ഒക്കെ ഉണക്കാനായിട്ട് ഇടാൻ പറ്റും. ഇതിൽ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ കല്ലും വയലിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ കല്ലൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഊറ്റി വരുന്നതിനകത്ത് കല്ലങ്ങനെ വലുതായിട്ട് കാണത്തില്ല. അപ്പോൾ നമ്മൾ നെല്ല് പുഴുങ്ങുകയോ അല്ലെങ്കിൽ പച്ചകുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് അരി പിന്നെ നമുക്ക് അരിച്ചെന്ന് വെച്ചാൽ കരന്നെടുക്കും എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഇനി പുറത്തോട്ടൊക്കെ വേറെ എന്തെങ്കിലും രീതിയിൽ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ കരന്നെടുക്കും. അപ്പോൾ ആ കരന്നെടുക്കുന്ന സമയത്ത് കല്ലുണ്ടാവത്തില്ല. നമുക്ക് നേരിട്ട് തന്നെ കഴുകി നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരി പോലെ നമുക്ക് നേരിട്ട് കാപ്പിക്കൊക്കെ ആണെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും. ചോറാണെങ്കിൽ നമുക്ക് നേരെ കഴുകി അടുപ്പിൽ ഇട്ട് വേവിച്ച് ചോറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ കഴുകി വാരിയ നെല്ലിൻ്റെ പതരാണ്. ഇത് ഉണങ്ങുമ്പോൾ കരിച്ച് കളയാൻ പറ്റും. നീറ്റിയെടുക്കും എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, നെല്ലിട്ടേക്കാണ് പുതിയതായിട്ട്. ഇതിന് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നൊക്കെ പതരാണ്. ഇതിങ്ങനെ താഴ്ന്നു പോയില്ല, ഇതിങ്ങനെ പൊങ്ങി തന്നെ കിടക്കും. ഇതിങ്ങനെ അടിയിൽ ഇതിൻ്റെ നെല്ലും മുകളിൽ പതരുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കോരി എടുത്തിട്ട് വേറെ മാറ്റാൻ പറ്റും. ഇതിന് അടിയിൽ നെല്ല് വന്ന് കിടക്കും. നല്ല നെല്ല്. ഇതിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി വന്ന് കിടക്കുന്നത്. പിന്നെ ആ മുകളിലുള്ളതൊക്കെ കോരി കഴിഞ്ഞിട്ട് നെല്ലിങ്ങനെ അടിയിലോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ കിടക്കുന്ന പതിരുമെല്ലാം ഇതേപോലെ മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ അതിന് വീണ്ടും കോരി മാറ്റും.